ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ പാൻറ്റിൻ്റെ കട്ടിങ് പഠിക്കാനായിട്ടാണ് കേട്ടോ. ഇന്നലെ നമ്മൾ എങ്ങനെ അളവ് എടുക്കുന്നത് പഠിച്ചു. നമ്മൾ പാൻറ്റിൻ്റെ കട്ടിങ് ആണ് പഠിക്കാനായിട്ട് പോണത്. അപ്പോൾ എൻ്റെ അളവിലാണ് ഞാൻ ഇവിടെ ഒരു പാൻറ്റ് തയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്കാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇറക്കം കിട്ടിയിട്ടുള്ളത് 38 എനിക്ക് ടോട്ടൽ ഇറക്കം കിട്ടിയിട്ടുള്ളത്. ഇറക്കം നമ്മൾ എങ്ങനെ അടയാളപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയാണ് പാൻറ്റ് കിട്ടുക, ചിലർ പുക്കിളിൻ്റെ ആ ഭാഗത്തായിരിക്കും, ചിലർ അതിൻ്റെ താഴത്തായിരിക്കും, ചിലർ അതിൻ്റെ മുകളിലായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് പാൻറ്റ് കെട്ടൽ, അരഭാഗം എവിടെയാണ് കെട്ടൽ, അവിടുന്ന് മുതൽ താഴെ വരെയുള്ള ഇറക്കമാണ് നമ്മൾ എടുക്കേണ്ടത്. അതിലൂടെ ഒരു 4 ഇഞ്ച് ലൂസ് കൂട്ടണം. ഈ 4 ഇഞ്ച് ലൂസ് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ ബാൻഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് അതുമ്പോൾ തന്നെ സെപ്പറേറ്റ് ചെയ്യല്ല, അതുമ്പോൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 4 ഇഞ്ച് ലൂസ് കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് 38 കൂടെ 4 കൂട്ടിയാലും നമുക്ക് കിട്ടുക 42. പിന്നെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്നും ആക്കാം. അത് നമ്മൾ താഴത്തെ എങ്ങനെയാണ് മടക്കി തയ്ക്കുമല്ലോ, നമ്മൾ പാൻറ്റിൻ്റെ ഏറ്റവും അടിവശം. അതിപ്പോൾ ഞാൻ 1 ഇഞ്ചിലാണ് മടക്കിയതെങ്കിൽ ഞാൻ കാരണം 2 വട്ടം നമുക്ക് മടക്കി തയ്ക്കണം. അപ്പോൾ ഞാൻ 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾ 1/2 ഇഞ്ചിലാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് എടുത്താലും മതി. അത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ 42, പിന്നെ പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും. നമ്മുടെ ടോട്ടൽ ലെങ്ത്താണ് 42 പ്ലസ് ആയിക്കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും. നമ്മൾ ഇറക്കം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത വേണ്ടത് സീറ്റ് അളവാണ്. സീറ്റ് അളവ് നമുക്ക് മനസ്സിലായി. നമ്മൾ ഈ ഇരിക്കുന്ന ഭാഗത്തൊക്കെയാണ് നമ്മളിത് അടയാളം. നമ്മൾ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മളെ ബാക്ക് സൈഡിൽ അവിടുന്ന് മുതൽ ചുറ്റും റൗണ്ട് ചെയ്തെങ്ങാണ്ടാണ് നമ്മളിത് അളക്കുന്നത്. അപ്പോൾ നമ്മൾ സപ്പോസ് ഇതൊരാളെന്ന് വിചാരിച്ചോ, ഇതാണ് നമ്മൾ ഇരിക്കുന്ന ഭാഗം. ഇതിനെ റൗണ്ട് ചെയ്തെങ്ങാണ്ടുള്ള അളവാണ് സീറ്റ് അളവ് കേട്ടോ. അതാണ് സീറ്റ് അളവ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അളവ് പറഞ്ഞത് 37 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു 4 ഇഞ്ച് ലൂസ്. അത് അങ്ങനെ ഒരു കണക്കാണ് പഠിച്ചു വെക്കണം. അത് കൂട്ടുക, ആ 4 ഇഞ്ച് ലൂസ് കൂട്ടണം. അപ്പോൾ നമുക്ക് കിട്ടുക 41 കിട്ടുക അല്ലേ. ഇത് രണ്ടും കൂട്ടുമ്പോൾ 41 കിട്ടുക. ഇനി നമ്മൾ സീറ്റ് അളവ് എന്ന് പറയുന്നത്, നമ്മൾ ഈ തുണി 4 ആക്കിയാണ് മടക്കുന്നത്. ഞാൻ ഇതിന് മുൻപിലെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 4 ആക്കി മടക്കുമ്പോൾ നമ്മൾ അതിനെ ആകെ കിട്ടിയതിൻ്റെ 4 ഭാഗമാണ് ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തേണ്ടത്. ശീല 4 ആക്കി മടക്കുന്നത് കൊണ്ട് നമുക്കിതിനെ 4 കൊണ്ട് ഹരിക്കണം, അഥവാ 4 ഭാഗം ആക്കി എടുക്കണം. നമ്മൾ ശീലൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണല്ലോ അടയാളപ്പെടുത്തുക 4 ആക്കി മടക്കണോണ്ട്. അപ്പോൾ അവിടെ അടയാളപ്പെടുത്തേണ്ട കണക്കാണ് 4 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന സംഖ്യയാണ് എഴുതേണ്ടത്. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് 10 സംതിങ് കിട്ടുക. ഒരു 10 10 അങ്ങനെ ഇതിലൊക്കെ കിട്ടുക. അത് വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്ത് കണ്ട് 10 ആക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ തടിയില്ലാത്തതുകൊണ്ട് ഞാൻ 10 എടുക്കുന്നത്. ഈ ഒരു ഇത് കൂട്ടണില്ല. പിന്നെ ഇതിലൂടെ പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടണം. അപ്പോൾ 10 പിന്നെ പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും. സീറ്റ് അളവ് കിട്ടി നമുക്ക്. ഇനി റിഗാള് നമ്മൾ പഠിച്ചിരുന്നു. എത്രയാണ് സീറ്റ് അളവ് കിട്ടുന്നത്, അതിൻ്റെ 4 ഭാഗം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമുക്ക് റിഗാള് എത്ര കിട്ടിയത് 41 /4. 41 4 കൊണ്ട് ഹരിക്കുക. അതിലൂടെ പ്ലസ് 5 വെറുതെ ലൂസ് കൂട്ടുക. അങ്ങനെ കിട്ടുക. ഞാൻ ഇപ്പോൾ സീറ്റ് അളവ് 10 ആണല്ലോ എടുത്തിട്ടുള്ളത്. ആ 10 കൂടെ 5 വെറുതെ കൂട്ടുക. ഇത് നമ്മളൊരു കണക്കാണ് ഈ 5 കൂട്ടുന്നത്. അങ്ങനെ 15 നമുക്ക് റിഗാള് കിട്ടുന്നത്. പിന്നെ എനിക്ക് വേണ്ടതാണ് അടിവീതി. ഞാൻ എടുക്കുന്നത് 6 എനിക്ക് 6 മതി. സാധാ പേരിന് 6 വേണ്ടത്. അപ്പോൾ നമുക്കിത് നമ്മളെ ശീലയിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ശീലയിൽ 4 ആയിട്ടാണ് നമ്മളെ പാൻറ്റിന് മടക്കി എടുക്കേണ്ടത്. ഇപ്പം 4 ആക്കിയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇത് 2 ക്ലോസ് ഭാഗമാണ്. എങ്ങനെ മടക്കിയാലും ക്ലോസ് ഭാഗമാണ് ഒരു ഭാഗത്ത്, മറ്റേ ഭാഗത്ത് ഓപ്പൺ ആണ് വരിക കേട്ടോ. അപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ വശത്തേക്ക് എടുത്ത് വെക്കുക. നമുക്ക് അളവുകൾ അടയാളപ്പെടുത്താം. ക്ലോസ് ഭാഗം മടക്കരുത്. നമ്മൾ ഇപ്പോൾ ചുരിദാറിനൊക്കെ മടക്കിയില്ലേ, ആ രീതിയിൽ മടക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ, ഇപ്പോൾ ഞാൻ ഇത് 2 ആക്കിയാണ് മടക്കിയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നടുമടക്കിങ്ങാണ്ടും രീതിയിലൊക്കെ മടക്കുക. നമ്മളെ ശീലക്കനുസരിച്ച് മടക്കാം.
ഏതായാലും ക്ലോസ് ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ അടയാളപ്പെടുത്തുന്ന ഭാഗത്തേക്ക് വരണം. അപ്പോൾ നമുക്ക് അടയാളപ്പെടുത്തി തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തുന്നതാണ് സീറ്റ് അളവ്. നമ്മുടെ സീറ്റ് അളവ് എനിക്ക് കിട്ടിയിട്ടുള്ളത് 10 ഇഞ്ചാണ്. 10 ഇഞ്ചാണ് സീറ്റ് അളവ് കിട്ടിയിട്ടുള്ളത്. 10ൻ്റെ അവിടെ അടയാളപ്പെടുത്തി പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട് അവിടെ. പിന്നെ ആകെ ടോട്ടൽ ഇറക്കം നമുക്ക് വേണ്ടത് 44 ആണ് കേട്ടോ. അത് അടയാളപ്പെടുത്തി കൊടുക്കട്ടെ. ടോട്ടൽ 40. ഇത് ഫുള്ള് വേണ്ടി വരും കേട്ടോ ഈ പാൻറ്റിന്. പിന്നെ നമുക്ക് റിഗാള് അടയാളപ്പെടുത്തി കൊടുക്കാം. റിഗാള് ഇവിടുന്ന് നമ്മൾ എവിടെയാണ് സീറ്റ് അളവ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അവിടുന്ന് മുതൽ 15 എൻ്റെ റിഗാള് വരുന്നത്. ഇവിടെയാണ് 15 വരുന്നത് കേട്ടോ. ഇങ്ങനെ ഈ 15 എവിടെയാണ് കിട്ടിയത് ഇവിടെ നേരെ വരെ വരച്ചു കൊടുക്കുക. ഈ 15ൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച്, ഒരു 1.5, നോർമൽ ഒരാൾക്ക് 1.5 ഇഞ്ച് മതി കേട്ടോ. 1.5 ഇഞ്ച് ഇങ്ങോട്ട് നിന്ന് വരച്ചു കൊടുക്കുക. ഇവിടെ ഒരു പുള്ളിക്കുത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് നമുക്ക് അറ്റത്തായിട്ട് നമ്മളെ അടിവീതിയും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടി ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. നമ്മളെ ഈ ഒരു ഷേപ്പ് ചെയ്തില്ലേ, ഈ 1.5 ഇഞ്ച് പുറത്തേക്ക് എടുത്തുകൊണ്ട് അവിടുന്ന് നേരെ നമ്മളെ അടിവീതിയിലേക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അടിവീതിയിലേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പാൻറ്റിൻ്റെ അളവൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ പാൻറ്റിന് ഇതിൽ കൂടെ ഇങ്ങനെ നമ്മൾ അളവ് എടുത്തി കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഒന്ന് ഷേപ്പില്ലത്. പിന്നെ നേരെ നമ്മൾ ആംഗിൾ റൗണ്ട് അഥവാ അടിവീതിയിലേക്കും ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തു. ഇത് രണ്ടും ഇവിടെ ക്ലോസ് ചെയ്യുന്ന അതൊന്ന് സെപ്പറേറ്റ് ചെയ്തു. നമ്മളെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യണ ഭാഗം എടുത്തത് ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് ആദ്യം ഇവിടുന്ന് മുതൽ ഇങ്ങനെ എടുത്തു. ആ വരച്ച ഇതിൽ കൂടെ തന്നെ കേട്ടോ. ആ വരച്ചിൽ നമ്മൾ അതിലൂടെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നാളെ നമുക്ക് സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കുറേശ്ശെ എടുക്കണുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.